നിയ വർഗീസ്, നിയ ശങ്കരത്തിൽ നിന്നാണ് ആദ്യം കേട്ടിരുന്നത്. നിയ വർഗീസ് ആയത് എങ്ങനെയാ? തമിഴിലൊക്കെ ചെന്നപ്പോഴേ അവര് ഈ ശങ്കരത്തിൽ നിന്നുള്ളത് തെറ്റിച്ചിട്ട് നിയ സംക്രാന്തി എന്നൊക്കെ വിളിക്കാൻ കറക്റ്റ് നമ്മളെ കംഫർട്ട് ആക്കി കൊണ്ടുവരും. പിന്നെ ഒരുപാട് തമാശകൾ പറയും. പിന്നെ പഴയ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരും. ഇനി എന്തെങ്കിലും വേണം, ഇനി എന്തെങ്കിലും വേണോന്നൊക്കെ. ഒരു കാര്യം കൂടി പറഞ്ഞു, ടീനിയെടുത്ത് അധികം എടുക്കേണ്ട, അവനെ സൂക്ഷിക്കണമെന്നും കൂടി പറഞ്ഞു. അവനൊരു നായികയെ കൊടുക്ക്, ചോദിക്കണ്ടേ? എന്താ ചെയ്യാനാണ്, നായികമാർക്കൊന്നും ഏറി പോകാൻ താല്പര്യമില്ല. കുറെ കാലം മുന്നേ നമ്മുടെ മെമ്മറീസിന്റെ ഒരു ഭാഗമാണ് ടിനി ടോം ഗിന്നസ് പക്രു എന്ന് പറയുന്നത്. നമ്മളെ ഗാന്ധിജിയുടെ കാലഘട്ടത്തെ കൊണ്ടുപോകണം. നായകൻ എന്നുള്ള പേര് മാത്രമേ എനിക്കുള്ളൂ. നായികയെ വരെ തീരുമാനിക്കുന്നത് ആരാണ്? നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച ആ വില്ലൻ. 916 കുഞ്ഞൂട്ടൻ ദി എപ്പിക് കോംബോ ഇസ് ബാക്ക് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിനെക്കുറിച്ച് വായിക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ കുഞ്ഞൂട്ടനുണ്ട്, കുഞ്ഞൂട്ടൻ്റെ നായികയുണ്ട്, കുഞ്ഞൂട്ടൻ്റെ കൂട്ടുകാരനുണ്ട്. അവർ 3 പേരാണ് നമ്മുടെ ഗസ്റ്റ്. അപ്പോൾ വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക് 3 പേർക്കും. താങ്ക് യു. അപ്പോൾ ഇത് കുഞ്ഞൂട്ടൻ, നായിക, കൂട്ടുകാരൻ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആസ് എൻ ഓഡിയൻ നമ്മുടെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവർ രണ്ടാളെയും വീണ്ടും നമ്മൾ ഒരുമിച്ച് കാണുന്നു എന്നുള്ളതാ. 916 കുഞ്ഞൂട്ടൻ നിയയിലേക്ക് വരുമ്പോൾ നിയയുടെ എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു കോംബോ പണ്ട് തൊട്ടേ നമുക്ക് അറിയാവുന്നതാണല്ലോ, ടിനി ചേട്ടൻ, പക്രു ചേട്ടൻ. അപ്പൊ അവരുടെ ഒപ്പം ഒന്നിച്ചൊരു സിനിമയിൽ ചെയ്യാൻ അവസരം ലഭിച്ചതെന്ന് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞൊരു ഭയങ്കര കമ്പനി സെറ്റിലെല്ലാവരും. പക്രു ചേട്ടനോടാണ് ഞാൻ കൂടുതലും ഞങ്ങൾക്ക് ഒന്നിച്ച് കോംബോ ഉണ്ടായിരുന്നു. നായകനാണല്ലോ. അതെ, ഞാൻ പാമ്പർ ചെയ്ത് കംഫർട്ടാക്കി കംഫർട്ടബിൾ ആക്കി അല്ലേ? നായകന്മാരെ പറ്റി പറയുന്നത് അല്ലേ നായിക? പറ അതാണ് തന്നെ അല്ലേ? നമ്മളെ കംഫർട്ട് ആക്കി കൊണ്ടുവരും. പിന്നെ ഒരുപാട് തമാശകൾ പറയും. പിന്നെ പഴയ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരും. പിന്നെ ഇനി എന്തെങ്കിലും വേണം, ഇനി എന്തെങ്കിലും വേണോന്നൊക്കെ. ഒരു കാര്യം കൂടി പറഞ്ഞു, ടീനിയെടുത്ത് അധികം എടുക്കേണ്ട, അവനെ സൂക്ഷിക്കണമെന്നും കൂടി പറഞ്ഞു. അതല്ല കൂട്ടുകാരും പറയുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ടിനി ചേട്ടന് നായികയില്ലേ? ഇല്ലെന്ന്. അയ്യോ, അതാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇവര് റൊമാൻസ് സീൻസ് ഒക്കെ ചെയ്യുമ്പോ ഞാൻ അതിന് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുക. അതാണ് എന്റെ ജോലി. ഓ, സീൻ. ഈ നിയ വർഗീസ്, നിയ ശങ്കരത്തിൽ നിന്നാണ് ആദ്യം കേട്ടിരുന്നത്. നിയ വർഗീസ് ആയത് എങ്ങനെയാ? തമിഴിലൊക്കെ ചെന്നപ്പോഴേ അവര് ഈ ശങ്കരത്തിൽ നിന്നുള്ളത് തെറ്റിച്ചിട്ട് നിയ സംക്രാന്തി എന്നൊക്കെ വിളിക്കാൻ കറക്റ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അത് എല്ലാവർക്കും പ്രൊനൗൺസിയേഷൻ കറക്റ്റ് കിട്ടൂല. പിന്നെ അതങ്ങനെ വിളിച്ചത് ഇതായി വന്നു കഴിഞ്ഞ് പിന്നെ സെറ്റ് ചെല്ലുമ്പോ സംക്രാന്തി ഇരിക്കൂ. അങ്ങനെ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പേര് പോയി എന്ന് കണ്ടപ്പോ ചേഞ്ച് ആക്കിയതാണോ എന്നാ ചോദിച്ചത്. ഇപ്പൊ സംക്രാന്തി വർഗീസ് അല്ലേ? ഇനി ഇപ്പൊ നിയുടെ എക്സൈറ്റ്മെന്റ് നീ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള എക്സൈറ്റ്മെന്റ് ആയിരുന്നു അത്. അതർ ദാൻ നിങ്ങൾ രണ്ടുപേരെന്ന ഫാക്ടേഴ്സ് ഒഴിച്ചാൽ 916 കുഞ്ഞൂട്ടനിൽ നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഫാക്ടർ എന്തായിരുന്നു? നമുക്ക് ഓരോ ദിവസവും എക്സൈറ്റ്മെന്റ്. ഞാൻ ഫക്രുവിന്റെ ഒപ്പം ഇരിക്കുമ്പോൾ ഓരോ ദിവസവും എക്സൈറ്റ്മെന്റ് ആണ്. കാരണം ഇവൻ ചെയ്യുന്നത് എന്തും ഒരു പുതിയ കാഴ്ചയായിരിക്കും. എനിക്ക് എന്റർടൈൻമെന്റ് ആണ്. അത് എന്റർടൈൻമെന്റ് ആണ്. ഇവന്റെ ഒരു ഡിലെടുക്കുന്നത് ശരിക്കും ഭയങ്കര വെയിറ്റ്സ് എടുക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണത്. അപ്പൊ അത് എപ്പോഴും ഒരു കാഴ്ചയാണ്, പുതിയ കാഴ്ചകളാണ്. പിന്നെ എക്സൈറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാർ ഇപ്പോ വളരെ എന്താ പറഞ്ഞാൽ നോബിയും അതുപോലെ തന്നെ ഷാജു ഒക്കെ നമ്മുടെ സിനിമ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് അങ്ങനെ സിനിമകൾ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ അവരുടെ ഒരു ഗ്രോത്ത് ഇപ്പം ഉണ്ടായി പല നല്ല സക്സസ്ഫുൾ സിനിമയിൽ. അത് നമുക്ക് സിനിമക്കും ഗുണമാണ്. പിന്നെ കോട്ടയം രമേശ്, അങ്ങനെ ഒരു നിരയായിട്ട് സുനിൽ സുഗത. അപ്പോൾ അവരെല്ലാം നമ്മുടെ കൂടെ സഹകരിക്കുന്നത് എന്നെ എക്സൈറ്റ്. കാരണം അവരൊരു സിനിമാക്കാരല്ല. അപ്പൊ വരുന്നതും വിളിക്കുമ്പോൾ അപ്പൊ തന്നെ വരിക, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാവരും സഹകരിക്കുന്നു എന്നുള്ളത് എന്നെ ഓരോ ദിവസം എക്സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സിനിമേനെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് ആക്ഷൻ എന്ന് പറയുമ്പോൾ. അല്ലാതെ നമുക്ക് അവിടെ എന്ന് പറഞ്ഞൊരു ഹോളിഡേ ആയിരുന്നു. ബിഹൈൻഡ് ദ സീൻ. ബിഹൈൻഡ് ദ സീൻ നമുക്ക് എപ്പോഴും. കാരണം രമേശ് ചേട്ടനെ പോലത്തെ ഒരു കലാകാരൻ മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ഒരു മുതൽക്കൂട്ടാണ് ഇപ്പോൾ. പിന്നെ കുട്ടികളുണ്ടായിരുന്നു, ഇവന്റെ ജ്യേഷ്ഠന്റെ 2 കുട്ടികൾ. അപ്പൊ ശരിക്കൊരു എല്ലാവരും പറയും ഫാമിലിയാണ്. പക്ഷേ നമുക്ക് കുറെ കാലം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഹോളിഡേ ആണത്. പല സ്ഥലത്തായിരുന്നു പലരും പല സെറ്റുകളിൽ. ഇപ്പം നോബി വാഴ എന്ന് പറഞ്ഞ പടം ചെയ്യുന്നു, ഇപ്പം ഷാജു ആണെങ്കിൽ വേറെ പടം ചെയ്യുന്നു, രമേശ് ചേട്ടൻ വേറെ പടം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇവരെല്ലാം കൂടി വന്നിട്ട് ഒരുമിച്ച് അത് മിസ് ചെയ്ത് ശരിക്കും. മനസ്സിലായി. ആ മിസ്സിംഗ് ഫാക്ടർ അങ്ങ് മാറി അല്ലേ? നമ്മള് കാരണം പിറ്റേ ദിവസം നമ്മൾ ഒരുമിച്ചൊക്കെ തന്നെയാണ് ഒരു ഗ്രൂപ്പിലൊക്കെ ഉള്ള ടീമാണ്. പക്ഷെ അത് ഒരുമിച്ച് ഒരു ഹോട്ടലിൽ താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ, പക്ഷെ സിനിമയെ നമ്മൾ സീരിയസ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. കൃത്യമായിട്ട് ചെല്ലുകയും വരികയും ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ. പക്രു ചേട്ടാ,
916 കുഞ്ഞൂട്ടൻ. ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള പേരാണ്. ആ പേര് ഭയങ്കര രസമാണ്. അത് പക്രുചേട്ടനെ വെച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ അതിന്റെ അർത്ഥവും മനസ്സിലാവും. കുഞ്ഞൂട്ടനാണ്, ആള് 916 ആണ്. അതാണ് ആ പേരിന്ന് എനിക്ക് മനസ്സിലായത്. അത് അങ്ങനെയൊക്കെ തന്നെയാണ്. മനുഷ്യൻ. ആ, തങ്കപ്പെട്ട മനുഷ്യൻ. അതാണ് എല്ലാ മനുഷ്യരിലും ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു കൗതുകമുള്ള കാര്യം. അങ്ങനെ ഒരു കൗതുകം ഈ ക്യാരക്ടറിലും ഉണ്ട്, 916 കുഞ്ഞൂട്ടനിലും ഉണ്ട്. ഒരു എന്താ പറയുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കുടുംബാംഗമാണ്. അപ്പോൾ ടിനി പറഞ്ഞ അത് തന്നെയാണ്, നമ്മളൊരു സിനിമയിൽ എങ്ങനെയാണോ ഒരു കുടുംബം അതുപോലെ തന്നെ നമുക്ക് ലൊക്കേഷനിലും അത് കിട്ടിയെന്നുള്ളതാണ്. കൊടുങ്ങല്ലൂർ ഒരു ഏതാണ്ട് ഒരു 500 വർഷം പഴക്കമുള്ള ഒരു തറവാട്ടിലായിരുന്നു ആ വീട്. അങ്ങനെ അധികം ഷൂട്ടിനൊന്നും കൊടുക്കാത്ത എന്താ ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടി. അവിടെയാണ് ഞങ്ങളെല്ലാവരും കൂടുന്നത്. അപ്പോൾ ഒരു കുടുംബ അന്തരീക്ഷമാണ്, ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്ത ഒരു ലൊക്കേഷനാണ്. നീ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൂട്ടുകാർ ഇപ്പോൾ ടിനി പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്കുള്ളവർ പലരും എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ നീയൊക്കെ ആണെങ്കിലും ചില ദിവസങ്ങളിൽ ഷൂട്ടില്ലാത്തപ്പോൾ പോലും പോകാതെ അവിടെ തന്നെ നിന്ന് നമ്മളോടൊപ്പം തന്നെ ആ ഒരു ഗ്യാങ്ങിന്റെ ഒരു സെറ്റപ്പിൽ തന്നെ ഭാഗമായിരുന്നു. 19 ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. സിജുവിൽസിന്റെ നായികയായിരുന്നു. അവിടെയും ദൂരത്തു നിന്നാണ് കാണാൻ പറ്റിയത്. ഈ സിനിമയിലും എനിക്ക് ദൂരത്തു നിന്നാണ് കാണാൻ പറ്റിയത്. ഈ സിനിമയിലും അടുത്തോട്ട് അടുപ്പിച്ചിട്ടില്ല. ഇല്ലില്ല, കാരണം സിജു എന്റെ ശത്രുവായിരുന്നു 19-ാം നൂറ്റാണ്ടില്. ഇത് മിത്രമായിട്ട് പോലും എനിക്കുള്ളിൽ ശത്രുതയുണ്ട് ഇതിന്റെ ഈ പേരില്. ഈ പേരില് 3 നായികമാര് ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു നായിക അതെന്താ അത് പറയണ്ടേ? കൂട്ടുകാരന് വേണ്ടി വേറെ ആര് സംസാരിക്കും? അവനൊരു നായികയെ കൊടുക്ക്, ചോദിക്കണ്ടേ? എന്താ ചെയ്യാനാണ്, നായികമാർക്കൊന്നും ഏറിപ്പോവാൻ താല്പര്യമില്ല. അവർക്ക് ഭൂമിയിൽ തന്നെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഞാൻ ചോദിക്കുന്നുണ്ട്, ഇവനറിയാതെ ചോദിക്കാറുണ്ട് പലരോടും. അന്നേരം അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ബഹിരാകാശം നടത്തുമൊന്നും ഇഷ്ടമല്ല ചേട്ടാ, ഞങ്ങൾ ഇവിടെ എങ്ങാനും ഒതുങ്ങി കൂടിക്കോളാം ഇരിക്കുന്നു. ഓ അങ്ങനെയോ? അങ്ങനെയൊന്നല്ലാന്ന് കേട്ടോ. നായികയാണ് പറയേണ്ടത് ഇതിനെ കുറിച്ച്. വൈറലാവണോ എന്തെങ്കിലുമൊക്കെ പറ. ഞാൻ പൊതുവെ അത്ര ടോക്കറ്റീവ് അല്ല, ഞാൻ ചോദിക്കായിരുന്നു. അത് ശരിയാട്ടോ. ഇന്റർവ്യൂ തുടങ്ങുന്നതിന് നിങ്ങൾ എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചേട്ടനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതെ, ഒട്ടും സംസാരിക്കില്ല. ആ ലൊക്കേഷനിലും പക്രുചേട്ടൻ ഇങ്ങനെ ഒരുപാട് കഥകളൊക്കെ പറയും, നിങ്ങളത് കേട്ടിങ്ങനെ ചിരിച്ചിരി. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒട്ടും പ്രൈവറ്റ് അല്ലാത്തൊരു പ്രൊഫഷൻ ആണല്ലോ സ്വീകരിച്ചേക്കുന്നത്. അപ്പൊ പ്രൈവസി എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ ഡിക്ഷണറിയിൽ ഇല്ലല്ലോ. അപ്പൊ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടുപോകും? ആളുകളോട് ഒട്ടും അറിയാത്തവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും ഇല്ലേ? ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ കൂടുമ്പോൾ പിന്നെ അത് പഠിച്ചു പോയിക്കോളുന്ന്. ബെറ്റർ ആയിട്ടുണ്ട്. അതായത് കുഞ്ഞൂട്ടനിലേക്ക് വരുന്നതിന് മുന്നേ കുഞ്ഞൂട്ടന് വന്നതിന് ശേഷം ബെറ്റർ ആയിട്ടുണ്ടോ? സംസാരം നന്നായിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. പക്ഷേ ചേട്ടാ, കുഞ്ഞൂട്ടന്റെ ഒരു ഔട്ട്ലൈൻ ഇല്ലേ? ഡയറക്ടർ ഈ കഥ പറയുമ്പോ തന്നൊരു ഔട്ട്ലൈൻ എന്തായിരുന്നു ആ ക്യാരക്ടറിനെ കുറിച്ച്? ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ കുഞ്ഞൂട്ടൻ പേരിലിങ്ങനെ ഈ പൊക്കം കുറഞ്ഞ ഒരാള് അല്ല, ഈ ഒരു കുറവ് കാണിച്ചിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല. ഇതൊരു നന്മയുള്ള ഒരു കഥാപാത്രം, വീടിന്റെ റെസ്പോൺസിബിലിറ്റി. പക്ഷെ അയാളുടെ കഥാപാത്രത്തിനൊരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കഥ നറേറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെ അവരവരുടേതായിട്ടുള്ള ഈ സിനിമയിൽ ഒരു സീനിൽ പോലും ഒരു ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. അതായത് ഞാൻ ഇതിനകത്ത് ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നു എന്നതുപോലെ തന്നെ പ്രധാനം ഉള്ളൊരു കാര്യമാണ് ഓരോ സീക്വൻസിലും വളരെ പ്രധാനപ്പെട്ട മിടുമിടുക്കരായിട്ടുള്ള കലാകാരന്മാരും ഇതിലേക്ക് വരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ബ്രില്യൻ്റായിട്ട് ഓരോ സീനിലും അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കുറേ ആർട്ടിസ്റ്റുകളുടെ ഒരു സാമീപ്യം ആ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് എന്നെ ഒരുപാട് അട്രാക്റ്റ് ചെയ്തതാണ്. ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് ശ്രീനിവാസ റെഡ്ഡി, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മിടുമിടുക്കനായിട്ടുള്ളൊരു സീനിയർ ആയിട്ടുള്ളൊരു ക്യാമറമാനാണ്. അതെ. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ആനന്ദ് മധുസൂദനാണ്. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ് നമ്മുടെ സൂരജും, അതുപോലെ ക്രിയേറ്റീവ് സപ്പോർട്ടിൽ നിൽക്കുന്നത് നമ്മുടെ അഖിലേഷ് മോഹനുണ്ട്, അതുപോലെ ഡോൺ മാക്സ് ഉണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് ഇതിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ശക്തികാന്താണ്. ഫിദ എന്ന സിനിമയൊക്കെ ചെയ്ത തമിഴിലെ വളരെ വളരെ എന്നുള്ളതല്ല പ്രഗത്ഭനായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പം ഇതിൻ്റെ ബാക്കി പിന്നണിയിലെല്ലാം തന്നെ നായകൻ മാത്രമേ കുഞ്ഞൂട്ടൻ ടൈറ്റിലും കുഞ്ഞേ ഉള്ളൂ. പക്ഷെ ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ലൊരു ടെക്നീഷ്യൻസിൻ്റെ ഒരു വലിയൊരു ബാക്ക് സപ്പോർട്ട്. പിന്നെ നമ്മുടെ സ്ത്രീ കഥാപാത്രങ്ങളായി നായികമായി വരുന്നവർ നീയയും ഡയാനയൊക്കെ വരുമ്പോൾ എൻ്റെ അച്ഛനായിട്ട് ചെയ്തിരിക്കുന്നത് കോട്ടയം രമേശ് ചേട്ടനാണ്. ബ്രദർ ഷാജു ആണ്.
കൂട്ടുകാരൻ എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് നോബിയുണ്ട്, ബിനോയ് നമ്പോലെയുണ്ട്, രാകേഷ് ഉണ്ട്, പിന്നെ ടിനിയുടെ ക്യാരക്ടർ ഉണ്ട്, അപ്പൊ ഈ കൂട്ടുകാരനാരാ? ഇതുമുണ്ട്. ഈ ക്യാരക്ടറിന് വെറും കൂട്ടുകാരൻ എന്നുള്ളതല്ല, അതിനേക്കാളൊക്കെ അപ്പുറത്ത് സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് വരുന്ന ഒരു നിർണായകമായ ഒരു റോളാണ് ഇദ്ദേഹത്തിന്റെ എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. അതുപോലെ ശിവാജി ഗുരുവായൂരുണ്ട്, മേജർ രവി ഉണ്ട്. ഏത് ഫ്രെയിം വെച്ചാലും ആർട്ടിസ്റ്റുകൾ തന്നെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിറച്ച ആർട്ടിസ്റ്റുകളാണ്. ന്യൂ ഫേസ് എന്ന് പറയാൻ ഒരാളെ ഉള്ളൂ. അദ്ദേഹം പ്രധാന വേഷം ചെയ്യുന്നുണ്ട്, രാകേഷ് എന്ന് പറഞ്ഞിട്ട്. TG രവിചേട്ടനുണ്ട്, TG രവി ഉണ്ട്. അപ്പൊ ഏത് ഫ്രെയിം വെച്ചാലും ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ എനിക്ക് എക്സൈറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലും ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. എനിക്കുള്ള ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെന്റ് അത് തന്നെയാണ്. ഈ നമ്മുടെ സിനിമയെ ഇവരെല്ലാവരും തന്നെ വളരെ വലിയ പ്രാധാന്യത്തോടു കൂടി നമ്മളോട് സഹകരിച്ചു എന്നുള്ളത് ഒരു വലിയ സന്തോഷം കാര്യമാണ്. മനസ്സിലായി. ഓക്കെ, നമ്മൾ ഇപ്പൊ നീയോട് ചോദിക്കട്ടെ, ഇവരെ രണ്ടാളെയും മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിപ്പോ ആദ്യം പറയായിരുന്നു, നമ്മുടെയൊക്കെ കുറെ കാലം മുന്നേ നമ്മുടെ മെമ്മറീസിന്റെ ഒരു ഭാഗമാണ് ടിനി ടോം ഗിന്നസ് പക്രു എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ കാണുന്നതിന് മുന്നേ നമ്മുടെ മൈൻഡിൽ ഒരു ഇതുണ്ടാവും. ഗാന്ധിജിയുടെ കാലഘട്ടത്തെ കൊണ്ടുപോകണം. കുറച്ച് പ്രായം ഇരുന്നോട്ടെ, നിങ്ങൾ ലുക്സിൽ പ്രായം വരുന്നില്ലെങ്കിൽ പറഞ്ഞെങ്കിലും പ്രായം ഉണ്ടാക്കണ്ടേ? അപ്പൊ നമ്മുടെ മെമ്മറീസിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ ബിഫോർ ഇവരെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഫീൽ ഉണ്ടാവുമല്ലോ ഇവരെ കുറിച്ച്, ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവുമല്ലോ എന്തായാലും. മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ടിനിച്ചേട്ടനെ 19-ാം നൂറ്റാണ്ടിലും കണ്ടിട്ടുണ്ട്, പക്രുച്ചേട്ടനെ ഇപ്പോഴല്ലേ കാണുന്നത്. അപ്പൊ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേരുടെ ഇത് മാറി കഴിഞ്ഞിട്ട് ഇപ്പൊ മനസ്സിലാക്കിയേക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും? ആക്ച്വലി ഞാൻ ടിനിച്ചേട്ടനെ കാണുന്ന 19-ാം നൂറ്റാണ്ടിന് മുന്നേ, 17-ാം നൂറ്റാണ്ടിലെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ വിഷുവിന്റെ അത് ഞങ്ങൾ ഒന്ന് ചെയ്തിരുന്നു. പിന്നെ അന്നോട്ട് ടിനിച്ചേട്ടനെ അറിയാം. പിന്നീട് നമ്മൾ ചിത്രാഞ്ജലിയിൽ ഞാൻ വേറൊരു ഷൂട്ടിന് ചെന്നപ്പോ ടിനിച്ചേട്ടൻ എനിക്ക് പക്രുച്ചേട്ടനെ പരിചയപ്പെടുത്തി. ഓ, ഇതിനു മുമ്പ് മീറ്റ് ചെയ്താണ്. 18-ാം നൂറ്റാണ്ടിൽ അതുണ്ട്. ഇവൻ കിടന്ന് ഉറക്കുമായിരുന്നു. ഇവനാണെങ്കിൽ ഫുൾ ഫ്രീ ആയിട്ട് ഷർട്ടൊക്കെ ഒരു ഇങ്ങനെ കിടക്കണായിരുന്നു. ഇവൻ വിചാരിച്ചില്ല ഇങ്ങനെ വിളിച്ചോണ്ടിരും ഒരാളെ കൊണ്ടുവരുന്നത്. ഇതാണ് ഇവന്റെ പരിപാടി ഇതൊക്കെ ആയിട്ട്. പക്ഷെ അന്ന് തന്നെ ഇവരുടെ മനസ്സിൽ പൊടിമീശക്കാരനായ ഈ നായകന് തോന്നി അടുത്ത നായിക ഉണ്ടകണ്ണിയായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ ഈ ലൊക്കേഷനിലേക്ക് വരുമ്പോ പുതുതായിട്ട് കാണുന്ന പുതുമുഖം അങ്ങനെ തോന്നിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഞാൻ നീയുടെ ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ വന്ന് ചോദിക്കില്ല ഇവർ രണ്ടുപേരും എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അവർക്ക് പറഞ്ഞു കൊടുക്കും? ഒരു ഇതെന്താ പറയുക, സൂപ്പറാണ്, ചേട്ടൻ സൂപ്പറാന്ന്. ഇനി മാറി നിന്നിട്ട് ക്യാമറയുടെ പിന്നിൽ ചോദിച്ചാൽ ഇത് തന്നെ പറയുള്ളൂ, പേടിക്കണ്ട. അപ്പോഴും ഇങ്ങനെ തന്നെ പറയുള്ളൂ. നൈസായിട്ട് സൈഡിൽ കൂടെ. ഇപ്പം നമ്മൾ സിനിമ കാണാൻ ഇരിക്കുമ്പോൾ ഓരോ സിനിമയ്ക്കും നമ്മൾ ഓരോ പ്രതീക്ഷിക്കുന്ന ഒരു ജോണർ ഉണ്ട്. ചില സിനിമകൾ കഴിയുമ്പോൾ നമ്മൾ കരയും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ചിലത് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര എന്റർടൈൻഡ് ആയിട്ടാണ് പോവുക, ചിലത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ സംശയങ്ങളായിരിക്കും. 916 കുഞ്ഞൂട്ടൻ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന റിയാക്ഷൻ എന്താ? ഒരു എന്താ പറയാ, നല്ല പ്ലസന്റ് ആയിട്ടുള്ള ബോറടിക്കാതെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല ചിത്രം എന്നുള്ളതാണ്. ഒരു ന്യൂജൻ സിനിമയല്ല ഇത്, എന്നാൽ എല്ലാത്തരം ആൾക്കാരെയും രസിപ്പിക്കുന്ന തരത്തിലുള്ള രസ ചേരുവകളൊക്കെ തന്നെയുള്ള ഒരു ചെറിയ നന്മയുള്ള സിനിമയായിരിക്കും എന്നാണ് വിശ്വാസം. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്. നീയെ കൂടാണ്ട് എത്ര നായികമാരുണ്ടെന്നാ പറഞ്ഞ? അറിവില് 3 പേര്. നായിക എന്ത് പറയുന്നത്, മെയിൻ റോൾ ചെയ്യുന്ന 2 ഹീറോയിൻസിൽ ഒന്ന് ഡയാനെ, ഒന്ന് നീയേ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് ഒരു നായിക വന്ന് പോകുന്നുണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് ഒന്ന് സ്വപ്നത്തിൽ വേറെ 5-6 വരുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ അഭിനയം ആവശ്യമുള്ളൂ. ഇവന് സിനിമ പൊളിക്കാൻ വന്നിരിക്കുകയാണ്. നീ സത്യത്തിൽ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വന്നേക്കുന്നത്? ഞാനിത് എന്തോരം മാക്സിമം പിടിച്ചു പറയാമോ, പുള്ളി എല്ലാം പറഞ്ഞേക്കുക. സ്വപ്നത്തിൽ വന്നു. നായികമാർക്ക് ഒരു കുറവില്ലെന്നാണ് ഞാൻ പറഞ്ഞ ഉദ്ദേശിക്കുന്നത്. എന്നെ സന്തോഷിപ്പിക്കുക, ഇഷ്ടം നായികമാരുണ്ടാകുന്നു എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ കിടന്ന് സ്വപ്നത്തിൽ ആലോചിക്കുമ്പോൾ ഒരു നായിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇതില് സ്വപ്നത്തിൽ യഥാർത്ഥത്തിൽ വരണം. അത് ഇവർക്കൊക്കെ ഇവരുടേതായ ഒരു നല്ല പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സാണ്, സ്ത്രീ കഥാപാത്രങ്ങൾക്കൊക്കെ. എൻ്റെ അമ്മയായിട്ട് ചെയ്ത് ശോഭ എന്ന് പറയുന്ന, അതുപോലെ ചേട്ടൻ്റെ ഭാര്യ, എല്ലാവരും 2 കൊച്ചു കുട്ടികളുണ്ട്, അവര് പോലും ഒരു അത്യാവശ്യം പെർഫെക്റ്റ് ആണ്. അതെ. ഓക്കെ, അപ്പൊ എന്നാ പിന്നെ നമുക്ക് രണ്ടാമത്തെ നായികനെ വിളിച്ചാലോ? ആളോടും കൂടി ചോദിക്കണ്ടേ അഭിപ്രായം? ചോദിക്കാം. അപ്പൊ നീ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. 916 കുഞ്ഞൂട്ടനിലെ കുഞ്ഞൂട്ടന്റെ രണ്ടാമത്തെ നായിക ജോയിന്റ് ഡയന ഹമീദ്. വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. നമസ്കാരം. ബാക്കി രണ്ടുപേരെയും ഞാൻ വെൽക്കം ചെയ്താണ് ഓൾറെഡി. പിന്നെ ഞങ്ങൾ നായികയോട് സംസാരിച്ചു, ഒരു നായികയോട്. അപ്പൊ ഇതില് ചറ പറ നായികമാരാണ് ടീച്ചറിന്റെ പരാതി ആണല്ലേ? നിങ്ങൾ ഒരാള് പോലും അദ്ദേഹത്തെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു. മൈൻഡ് ചെയ്യുന്നില്ലാന്നോ? സിറ്റുവേഷൻ അല്ല, നായികമാര് മൈൻഡ് ചെയ്യുന്നില്ല അദ്ദേഹത്തിന്. അതെന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ കഥ അങ്ങനെയാണ്. പിന്നെ ഈ നായികമാരില് കുഞ്ഞുട്ടലില് കുറച്ച് അധികാരമുള്ള നായിക ഞാനാണ്, അല്ലേ?
ലീഗലി അധികാരമുള്ളതാണ്. ലീഗലി അധികാരമുള്ള, അതായത് വൈഫാണ്. വൈഫാണ് ക്യാരക്ടർ, വൈഫിന്റെ റോളാണ് ചെയ്യുന്നത്. ആ. അതെ, അതുകൊണ്ട് ഒരു പിടിക്ക്. ഇത് ഈ കഥ വന്നതിന്റെ ഈ 916 കുഞ്ഞൂട്ടന്റെ ഒരു ഫസ്റ്റ് മെമ്മറി ഉണ്ടാവുമല്ലോ, അതെന്താ ഏറ്റവും ആദ്യം 916 കുഞ്ഞൂട്ടൻ എന്നുള്ള പേര് കേൾക്കുന്നത്? അതായത് ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് നാൾ ചെയ്യാൻ ആഗ്രഹിച്ച കുറെ സംഗതികൾ എനിക്ക് മൂവിയോട് കിട്ടിയിട്ടുണ്ട്. ഒന്ന്, ഇതിൽ നല്ല രസമുള്ളൊരു കല്യാണ പാട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു ഡാൻസ് ചെയ്തുള്ള ഒരു പാട്ടിലൊക്കെ അഭിനയിച്ച് വർക്ക് ചെയ്യണം എന്നൊക്കെ. കല്യാണം ഒന്നും കൂടിയിട്ട് കുട്ടിക്ക് മതിയായിട്ടില്ല അല്ലേ? റിഹേഴ്സലായിരുന്നു. 4-5 ദിവസമാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ഡയന ഹമീദിന്റെ കല്യാണം ഓടി നടന്നിരുന്നത്. ശരിക്കും നമ്മുടെ ഈ പാട്ട് എന്ന് പറയുമ്പോൾ നല്ല രസമുള്ളൊരു കല്യാണ പാട്ടാണ്. കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, മണവാട്ടിയായിട്ട് ഒരുങ്ങുക, സെലിബ്രേഷൻ, പാട്ട്. തമിഴ്ന്ന് പോപ്പി മാസ്റ്ററാണ് വന്ന് ഡാൻസ് ഒക്കെ കമ്പോസ് ചെയ്ത് തന്നത്. പിന്നെ ഒരു മൊത്തത്തിലൊരു ഫാമിലി വൈബാണ്. അപ്പം എൻ്റെ പാരൻസായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. ചേട്ടൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്. ദിനേശ് പണിക്കറാണ് അച്ഛനായിട്ട് അഭിനയിച്ചത്. ചേട്ടൻ്റെ അച്ഛനായിട്ട് രമേശ് ചേട്ടൻ. പിന്നെ അങ്ങനെ മൊത്തത്തിലൊരു ഭയങ്കര നല്ല വൈബ് സോങ് ആണ്. ജില്ലാണ്. അത് ഭയങ്കര നല്ലൊരു മെമ്മറിയാണ്. പിന്നെ വരുന്നത് കൊടുങ്ങല്ലൂരായിരുന്നു ഷൂട്ട്. അപ്പൊ കൊടുങ്ങല്ലൂരിൽ ഇവരുടെയൊക്കെ പോർഷൻ നടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഒരു പുഴയുടെ തീരം, പിന്നെ ഒരു ചായക്കട. അപ്പോൾ ആ ലൊക്കേഷനും ഭയങ്കര രസമാണ്. ആ സെറ്റിട്ടതാണ്, പക്ഷെ സെറ്റിട്ടാണ് നമുക്ക് തോന്നത്തില്ല, പക്ഷെ അത് ഭയങ്കര ലൈവ്ലി ആയിട്ട് ഭയങ്കര രസമുള്ള. പിന്നെ ഒരു വലിയ പ്രത്യേകത അറിയോ, ഇപ്പം ടിനി ചേട്ടനുണ്ട്, പക്രു ചേട്ടനുണ്ട്, നോബി ചേട്ടനുണ്ട്, ബിനു ചേട്ടനുണ്ട്, പിന്നെ അപ്പോൾ കോട്ടയം രമേശ്, അങ്ങനെ ഷാജു ശ്രീധറുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്ന ക്യാരക്ടർ റോൾസ് ഒക്കെയാണ്, കുറച്ച് സീരിയസ് ഒക്കെയാണ്. പക്ഷെ അവരൊക്കെ സെറ്റിൽ ഭയങ്കര തമാശ, ബിഹൈൻഡ് ദ സീന് ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോക്കൊക്കെ ക്രാക്ക് ചെയ്യും, നമ്മളെല്ലാവരും ചിരിക്കും. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞാൽ ഓർക്കും, എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും ട്രഷർ ചെയ്യുന്ന മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അടിപൊളിയായിരുന്നു. സ്ക്രീനിന് മുമ്പിലുള്ളതിനേക്കാൾ കൂടുതൽ പുറകിലാണ്. പിന്നെ ഈ ക്യാരക്ടറും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വൈഷ്ണവി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഭയങ്കര ഈ ക്യാരക്ടറിന് കുറെ ഫ്ലക്ച്വേഷൻസ് ഉള്ള ഒരു കഥാപാത്രമാണ്. അപ്പം നമുക്ക് കുറച്ച് പെർഫോം ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അല്ല, ഡയന അസലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പാപ്പനാണ് ഇതിനു മുമ്പ് കണ്ടത്. പാപ്പനില് ജോയിഷ് സാറിന്റെ പടത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷെ ഇതില് എനിക്ക് തോന്നുന്നു ചേട്ടനാണ് എന്നെ വിളിക്കുന്നത്, ചേട്ടനാണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വാസികയും കൂടി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, സ്വാസികൊക്കെ ഇതിൽ അഭിനയിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ വേറൊരു പടത്തിൽ ലാംഗ്വേജിലായിരുന്നു. അപ്പോൾ സ്വാസി ഫസ്റ്റ് പറഞ്ഞു ഡയാന. അപ്പോഴാണ് ഓർത്തത്, ഡയാന കറക്റ്റാണ്. നമ്മളാരെങ്കിലും ഓർപ്പിച്ചു, ഞാൻ അങ്ങനെ സ്ത്രീകളുടെ പേരൊന്നും ഓർത്തിരിക്കുന്ന ആളല്ലല്ലോ. അല്ല, ഇപ്പം മനസ്സിലായല്ലോ. നേരത്തെ പറഞ്ഞത് നായകൻ എന്നുള്ള പേര് മാത്രമേ എനിക്കുള്ളൂ. നായികയെ വരെ തീരുമാനിക്കുന്നത് ആരാണ്? നേരത്തെ ഉദ്ദേശിച്ച ആ വില്ലൻ. ഞാൻ ഒരു ഷോയ്ക്ക് വെച്ച് കണ്ടപ്പോഴത്തേക്കും ടിൻ ചേട്ടനോട് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഇത് വരുമ്പോ. അപ്പൊ ആ കറക്റ്റ് നിമിത്തം പോലെ സ്വാസി പറഞ്ഞ് ഞാൻ പറഞ്ഞു ഡയാന കറക്റ്റാണ്, പെർഫോമിങ് നല്ല രസമായിട്ട് പാപ്പെല്ലാം ചെയ്തിരുന്നു. ജോഷ് സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ഫ്രെയിമിൽ നല്ല അപ്പിയറൻസ് ഉണ്ടായിരുന്നു. ആ ഡാൻസ് ചെയ്ത് തന്നെ ഞങ്ങൾക്ക് ഇടുങ്ങിപ്പോയി. ഞാൻ ഡയാനാണ് ചെയ്യണമെന്ന് വിചാരിച്ചു. അത്രയും മനോഹരമായിട്ട് ചന്തുനാഥായിരുന്നു അതിൽ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഡയാന വന്നാൽ കറക്റ്റാണ്. ഇതിൽ ശരിക്കും പെർഫോമിംഗ് ഉണ്ട്. ഒരു നായികക്ക് അവരുടെ സ്കില്ല് പുറത്തു കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, തമിഴിലൊക്കെ ഉറപ്പായിട്ടും ഒരാൾ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പക്രുവായിട്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഓപ്പണിംഗ് കിട്ടും ചിലപ്പോൾ. തമിഴ്നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ് പക്രു. അപ്പൊ അങ്ങനെ ഇപ്പൊ അവന്റെ തന്നെ പരിചയമുള്ള ഡയറക്ടേഴ്സിനെ കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തതിൽ കാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഇത് ഓവർ എക്സാഗ്രേറ്റഡ് പറയുന്നതല്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ഒരു അവസരം കിട്ടിയതും. പിന്നെ ഈ നല്ലൊരു ടീമാണ് ഇതിനോട് വർക്ക് ചെയ്യാൻ പറ്റിയത്. ഞാൻ ഒത്തിരി നല്ല മെമ്മറബിൾ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് പ്രോജക്ട്. ശരി, കുഞ്ഞൂട്ടന്റെ റിലീസിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത് ഒന്ന്, കൂട്ടത്തില് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആളുകൾ നമ്മുടെ വർക്കിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് ഈസ് എ ബിഗ് ഡീൽ. അതും പ്രത്യേകിച്ച് ഒരു ക്യാമറയുടെ മുന്നിൽ അങ്ങനെ പറയണമെങ്കിൽ. പിന്നെ ചേട്ടനുമായിട്ട് കൂടുതലും കോമ്പിനേഷൻ വന്നിരിക്കുന്ന പക്രു ചേട്ടനുമായിട്ടാണ്. അപ്പൊ അവിടെയും നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് ഉണ്ട്. നമ്മൾ ഓരോ സീൻ പെർഫോം ചെയ്യുമ്പോഴും ചേട്ടൻ്റെ ഭാഗത്തു നിന്നുള്ള ഗൈഡൻസ് ഉണ്ട്, സപ്പോർട്ട് ഉണ്ട്. നമുക്ക് ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാം. ഭയങ്കര കംഫർട്ട്
സ്പേസിലിരുന്നാണ് ഞങ്ങളും വർക്ക് ചെയ്തത്, ചേട്ടനുമായിട്ടും വർക്ക് ചെയ്യാൻ പറ്റിയത്. ആക്ടിംഗ് എന്ന് പറയുന്നതിനോട് ഒരു പാഷൻ ഉള്ളപ്പോ സ്പെഷ്യലി നമ്മൾ ഇവരെ പോലുള്ള സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നോട്ട് ജസ്റ്റ് ദം ഇന്ദ്രൻ ചേട്ടൻ, അതെ, ജോണി അതെ, ആന്റണി അതെ, ചേട്ടൻ, അതെ, അതെ. അല്ല സുഹാസിനി മാം, ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് നമ്മൾ നോക്കി കണ്ട് നമ്മൾ എടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾ അതെ, എടുക്കുന്ന അതെ. ഗോയിങ് ഫോർവേഡ് നമുക്കിത് യൂസ് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇപ്പൊ ചേട്ടനൂടെ ആണെങ്കിൽ ഇംപ്രവൈസേഷൻ ഇപ്പം നമുക്കിപ്പോൾ എഴുതി വെച്ചിരുന്ന സീനല്ല, അതിൽ നിന്നും കൂടുതലായിട്ട് നമുക്കതിന് ഏറ്റവും ഭംഗിയായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഡയന ഇന്ന രീതിയിൽ ചെയ്താൽ നന്നായിരിക്കും, ഞാനും ഇങ്ങനെ ചെയ്യാം, ആ രീതിയിലൊക്കെ ഇംപ്രവൈസേഷനും കാര്യങ്ങളും പിന്നെ പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി ഓരോ സീൻ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ചേട്ടൻ നല്ലൊരു എക്സാമ്പിളാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതിലെന്താണെന്നറിയോ, എനിക്ക് ഈ നമ്മുടെ ചില സീക്വൻസ് വരുമ്പോഴേ മറ്റ് നായകന്മാർ ചെയ്യുന്ന പോലെ ആയിരിക്കില്ലല്ലോ, നമ്മളുമായിട്ടുള്ള കോമ്പിനേഷൻ വരുമ്പോൾ അതെങ്ങനെ അതിൻ്റെ ഫ്രെയിമിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതുപോലെ ചില മുഹൂർത്തങ്ങൾ വരുമ്പോഴും ഒക്കെ തന്നെ അതെങ്ങനെയെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സ്വാതന്ത്ര്യം ഡയറക്ടർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരോട് ഇരുന്നിട്ട് അതിങ്ങനെ ചെയ്താലെന്നുള്ള രീതിയിൽ കുറേ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുമുണ്ട്. അതിൽ എനിക്ക് ഡയാന അതിനോട് പൂർണ്ണമായിട്ടും സഹകരിച്ചു എന്നുള്ളതാണ്. പല സീക്വൻസിനകത്തും അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റി എന്നുള്ളതുണ്ട്, ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഡയാനയ്ക്ക് ശരിക്കും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഡയാന കഥാപാത്രമായി. എനിക്കത്രയും പെട്ടെന്നൊന്നും വരാൻ, കാരണം ഞങ്ങൾ വന്ന് ഷൂട്ടിങ്ങൊക്കെ തുടങ്ങി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഡയാനയുടെ ഷെഡ്യൂൾ വരുന്നത്. ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ വന്നപ്പോൾ തന്നെ ചെറിയ സമയം കൊണ്ട് തന്നെ വൈഷ്ണവിയായിട്ട് തന്നെ മുന്നിൽ വന്നിക്കാം. അവർക്കൊന്നും വലിയ ജോലിയൊന്നും ഉണ്ടായില്ല, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഡയാനയുടേതായ രീതിയിൽ തന്നെ ഡയാന അത് പ്രസൻറ്റ് ചെയ്തു. ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ, അല്ലാതെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനും പറഞ്ഞ് തിരുത്താനുമായിട്ടുള്ളതൊന്നുമില്ല. പിന്നെ ഡയാനയെ വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡയാനയ്ക്ക് അത്യാവശ്യം ഇപ്പം ടിനി പറഞ്ഞ പോലെ തന്നെയാണ് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മലയാളത്തിലും അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജിലും ഒക്കെ ഡയാനെ തേടി ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഡയാനയുടെ പാർട്ട്ണർ സപ്പോർട്ടാണെങ്കിൽ ഉറപ്പായിട്ടും അത്തരം ക്യാരക്ടേഴ്സ് ഡയാന തേടിയെത്തും. താങ്ക് യു ഈ സിനിമ കണ്ടവരൊക്കെ തന്നെ അത് ഡയാനയ്ക്കൊരു സപ്പോർട്ട് പ്രോമിസ് ആണെന്ന് അല്ലേ?